ഹായ് പ്രിയമുള്ളവരെ, വെൽനസ് വയനാടിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ, ഒരു പുതിയ വിഷയമായിട്ടാണ് വരുന്നത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം. അല്പം ഒന്ന് മനസ്സ് വെച്ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം. നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കണം. എന്നിട്ട് ഇഷ്ടമായാൽ, നല്ലതാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം ഇത് അങ്ങനത്തെ ഒരു വിഷയമാണ്. നമുക്ക് ഇത് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അല്പം ഒന്ന് ക്ഷമിച്ചു കൊടുത്താൽ, അല്പം ഒരു നിമിഷം ഒന്ന് ക്ഷമിച്ചാൽ ചിലപ്പം മഹാ അത്ഭുതങ്ങൾ സംഭവിക്കാം. കാരണം ഞാനിന്ന് ഈ വീഡിയോ ഇടാൻ തന്നെ ഒരു കാരണം, എൻ്റെ മുമ്പിൽ ഒരു ബസ്സും അപ്പുറത്തൊരു പിക്കപ്പും രണ്ട് മനുഷ്യരും നടന്നു പോവുക. തീരെ ഗ്യാപ്പില്ല. അപ്പോൾ ഒരു സ്കൂട്ടറിൽ വന്ന ഒരു ആൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞ് കയറുകയാണ്. രണ്ടും ജാമായി, സ്കൂട്ടറുകാരനും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അല്പം അദ്ദേഹം ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്തോരം നല്ലതായിരിക്കുമെന്ന്. ഇതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അല്പം ഒന്ന് ആലോചിക്കണം. നമുക്കൊരു നിമിഷം ഒന്ന് ക്ഷമിക്കാൻ വേണ്ടി കഴിയുക. ക്ഷമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. നമുക്കറിയാം, ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. അത് ഇങ്ങനെയാണ്. പ്രഭാഷകൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് POC ബൈബിളിൽ. സത്യവേദ പുസ്തകത്തിൽ അതുണ്ടാവില്ല. POC ബൈബിളിൽ പ്രഭാഷകൻ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് 1-ാം അധ്യായത്തിൽ തന്നെ 23-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. ക്ഷമാശീലന് അധികം കാലം കാത്തു നിൽക്കേണ്ടി വരില്ല, അത് കഴിഞ്ഞാൽ അവൻ്റെ മുൻപിൽ ആനന്ദം പൊട്ടിവിടരുമെന്ന്. നമുക്ക് തന്നെ അത് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. ഒന്ന് ക്ഷമിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം ഭയങ്കര സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ ഒരു സംഭവമാണ് നടക്കുക. അപ്പം നമുക്ക് നോക്കാം, ക്ഷമിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം, മനസ്സിന് നല്ല സമാധാനം കിട്ടും. പകയും ദേഷ്യവും ചുവന്ന് നടക്കുമ്പോൾ നമ്മുടെ തലയിലും നെഞ്ചിലും ഒക്കെ ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഭാരം ഉണ്ടാവും. അതൊന്ന് ഇറക്കി വെക്കാൻ വേണ്ടി ക്ഷമിക്കുമ്പോൾ നമുക്ക് കഴിയും. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? ക്ഷമിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്. ഇത് വളരെ ശാസ്ത്രീയമായി ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ചില ആളുകൾക്കൊന്നും ക്ഷമിക്കാനൊന്നും പറ്റില്ല. എങ്കിൽ തന്നെയും നമ്മൾ ക്ഷമിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ക്ഷമിക്കുമ്പോൾ നമുക്ക് ആ വലിയ ഒരു ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റും, ഇല്ലേ? കൂടാതെ നല്ല ഉറക്കം കിട്ടും. നമ്മുടെ ആങ്സൈറ്റി കുറയും. നിങ്ങൾക്കറിയാം, ഞാൻ ആരോഗ്യവുമായിട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിരവധിയായ രോഗങ്ങൾ നമ്മൾക്ക് ശരീരത്തിൽ നിന്ന് മാറിപ്പോകാത്തതോ അല്ലെങ്കിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതോ ഒക്കെ കാരണം നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആയതുകൊണ്ട് പല രോഗങ്ങളും നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളതാണ്. അതുതന്നെയാണ് രണ്ടാമത്തെ വിഷയം. ശാരീരിക ആരോഗ്യം നന്നാവും. ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ നന്നാവും. ദേഷ്യം, സ്ട്രെസ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ
അതുപോലെ ബ്ലഡ് പ്രഷർ, BP. ഒരാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, നമ്മളെപ്പോഴും BP ആയിരിക്കും അല്ലേ. ബ്ലഡ് പ്രഷർ കൂടി അതുമായിട്ട് വന്നിരുന്ന കുറേ നിരവധിയായ രോഗങ്ങൾ, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിരവധിയായ രോഗങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതിൽ നിന്നുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് തലവേദന, അതുപോലെ മൈഗ്രെയിൻ ഇല്ലേ. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് വരുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. അത്രമാത്രം വിഷമമായിരിക്കും ഒരു മൈഗ്രെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിഷമം. പരിധിവരെ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ വയറ്റിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും, പല പ്രോബ്ലങ്ങളും, അൾസർ ഉണ്ടാവുക, അസിഡിറ്റി ഉണ്ടാവുക ഇല്ലേ, ഇതൊക്കെ ഇതിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളാണ്. അത് നമുക്ക് അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒന്ന് ക്ഷമിക്കുക എന്ന് പറയുന്ന വിഷയം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് കേട്ടോ. ഒരുപാട് സമയത്തെ ഒക്കെ അവതരിപ്പിക്കേണ്ട ഒരു വിഷയമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. കാരണം അത്ര എടുത്താൽ പൊന്താത്ത ഒരു കാര്യമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്, എടുത്താൽ പൊന്താത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ പല വേദനകളും നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. പല വേദനകളും അത് നമുക്ക് തന്നെ ആലോചിച്ച് നോക്കാം. നമുക്ക് ക്ഷമിക്കാനാണ് പറ്റുന്ന ആളുകൾ എന്തൊക്കെ ക്ഷമിക്കാനാണെന്നുള്ളതൊന്ന് എഴുതി വെച്ച് നോക്കുക. എന്നിട്ട് അതൊക്കെ ഒന്ന് പതിയെ ഒന്ന് കുറച്ചാൽ മതി. കുറയ്ക്കുമ്പോൾ നമുക്ക് ശാരീരികമായ വിഷമങ്ങൾ, ശാരീരികമായ വേദനകൾ, മൈഗ്രെയിനുകൾ, വയറ്റിലുണ്ടാവുന്ന അൾസറുകൾ, എന്ത് പറയാനാ, നല്ലവണ്ണം വയറ്റ് മലശോധന പോലും ഈ ക്ഷമ ചിലപ്പം നമ്മളിങ്ങനെ ഉള്ളിൽ കെട്ടിക്കിടക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ വരുമ്പോൾ അതുപോലും സാധ്യമല്ലാത്ത ചില ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇൻഫ്ലമേഷൻ അതൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ്. മനസ്സ് ശാന്തമായെന്നാൽ ശരീരവും നന്നാവും. ശരീരം എന്താവും? ശരീരം ശാന്തമാവും. മനസ്സ് നന്നായ ശരീരം ശാന്തമാകും. മുഖം നല്ല തേജസ്സോടുകൂടി, മുഖം നല്ല തേജസ്സുള്ള ഒരു അവസ്ഥയായിരിക്കും കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നൊന്ന്, ബന്ധങ്ങൾ മെച്ചപ്പെടും. നല്ല ബന്ധങ്ങളുണ്ടാവും. ക്ഷമയുടെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ തകർക്കാതെ, തളരാതെ, നമ്മൾ ചഞ്ചലപ്പെടാതെ, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ചിലപ്പോൾ വിഷമിക്കുമ്പോൾ നമ്മുടെ ക്ഷമയെന്ന് പറയുന്ന ഈ ശീലം നമുക്കുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. വിട്ടുകൊടുത്തുകൊണ്ട് ഇല്ലേ. ഞാൻ ആദ്യം പറഞ്ഞ ബൈക്കുകാരൻ ഓടി കയറിയില്ല, അല്പം ഒന്ന് ക്ഷമിച്ചാൽ എന്താണ്, എല്ലാവർക്കും അവിടെ ഫ്രീ ആയി. അപ്പോൾ ക്ഷമിക്കാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം പഠിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഈഗോയാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈഗോ എന്ത് ചെയ്യും? ഈഗോ ഒക്കെ ക്ഷമയുടെ മുമ്പിൽ തരിപ്പണമോ. അവിടെ നമുക്ക് എന്താണ്, ഈഗോയ്ക്ക് പകരം സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അവിടെ നമ്മൾ ജയിക്കുന്നത് എന്താണ്? സ്നേഹമാണ് ജയിക്കുക അല്ലേ. നമ്മുടെ കുടുംബത്തിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും ഒക്കെ സ്നേഹബന്ധം വളരെ കൂടാൻ നമുക്ക് ഈ ക്ഷമാശീലം വളരെ നല്ലതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മുടെ പല ബലഹീനതകളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അധികം ഇങ്ങനെ ക്ഷമിക്കുന്നതുകൊണ്ട് നമുക്ക് ബലഹീനത അല്ല. ഏറ്റവും വലിയ ബുദ്ധിമാൻ്റെ ലക്ഷണമാണ് ക്ഷമിക്കുക എന്നുള്ളത്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഏറ്റവും നല്ല ബുദ്ധിമാൻ ക്ഷമാശീലനായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. മാത്രമല്ല, ക്ഷമയെന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. അത് ഭയങ്കര ഒരു പവറാണ്. ക്ഷമയെന്ന് പറയുന്നത് ഭയങ്കരം ഒരു പവറാണ്, ഭയങ്കരം ഒരു ശക്തിയാണ്. അത് നമ്മൾ ക്ഷമിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ഒരു വിഷയം ക്ഷമിച്ച് നോക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. നമ്മുടെ സ്റ്റാറ്റസൊക്കെ എന്താണ്? നമ്മുടെ സ്റ്റാറ്റസൊക്കെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി, പലതരത്തിലുള്ള നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാറുണ്ട്. പലതരത്തിലുള്ള നെഗറ്റീവ്. ക്ഷമിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഒരു നെഗറ്റീവ് എനർജിയും എഫക്റ്റ് ചെയ്യില്ല. അത് നമ്മൾ നോക്കും ഇല്ലേ. പ്രതികാരം, അതുപോലെ തന്നെ
നമുക്ക് പ്രതികാരം ചെയ്യണമെന്ന് തോന്നുക, അല്ലെങ്കിൽ പെറുപെറുത്ത് മനസ്സിൽ ഇരുട്ടുള്ള ആളുകൾ, ഇരുട്ടുള്ളവർക്ക് അതൊക്കെ നമുക്ക് മാറ്റിക്കളയാൻ ഈ ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ദൈവികമായ അനുഗ്രഹം നമുക്ക് വളരെ കൂടുതലായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ട് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി ഉണ്ടായി കൂടുതൽ കാലം നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ, ഇപ്പോഴത്തെ ഈ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ നമുക്ക് പരിധിവരെ കുറയ്ക്കാനൊക്കെ നമുക്ക് കഴിയും. അപ്പോൾ എല്ലാവർക്കും ക്ഷമിക്കാൻ വേണ്ടി കഴിയട്ടെ. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.